നിലമ്പൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ പണം നിക്ഷേപിച്ച് വെട്ടിലായവർ നിരവധി. ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും നഷ്ടമായത്. നാട്ടുകാരിൽ നിന്നും വൻ നിക്ഷേപം സ്വീകരിച്ച 2 സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. ഉടമകൾ മുങ്ങിയതോടെ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 1 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ് പലർക്കും നഷ്ടമായത്. വമ്പൻ പലിശ നൽകിയാണ് ഇവർ നിക്ഷേപകരെ ആകർഷിച്ചത്. നാട്ടുകാർ കൂട്ടത്തോടെ ചിട്ടിയിലും സ്ഥിര നിക്ഷേപ പദ്ധതിയിലും പണമിട്ടതോടെ ഇവർ മുങ്ങുകയായിരുന്നു. നിലമ്പൂർ ഡിവൈഎസ്പിക്ക് നിക്ഷേപകർ നൽകിയ പരാതികളിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. നിലമ്പൂരിൽ 2017 മുതൽ പ്രവർത്തിച്ചു വരുന്ന കാരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ധനക്ഷേമ നിധി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമകളായ എടക്കര ഉണ്ണിച്ചന്തം സ്വദേശി KR സന്തോഷ്, എടക്കര മില്ലുംപടി സ്വദേശി P മുബഷീർ എന്നിവരാണ് നാട്ടുകാരെ പറ്റിച്ച് പണവുമായി മുങ്ങിയത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വരെ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചിരുന്നു. ചൊവ്വാഴ്ചയാണ് അടച്ചത്. ജീവനക്കാർ പതിവ് പോലെ രാവിലെ ജോലിക്കെത്തിയപ്പോഴാണ് 2 ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൂട്ടുവീണതായി കണ്ടത്. ഉടമകളെ ഇവർ ഫോണിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. ഇവയ്ക്ക് കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ ഉൾപ്പെടെ 14 ശാഖകളുണ്ടെന്ന് ജീവനക്കാർ പറയുന്നു. 2 സ്ഥാപനങ്ങളും പൂട്ടി ഉടമകൾ മുങ്ങുകയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് സ്ഥിരം നിക്ഷേപകരും ദിവസച്ചിട്ടികളിൽ പണം നിക്ഷേപിച്ചവരും ഡിവൈഎസ്പി ഓഫീസിലെത്തി പരാതി നൽകിയത്. കളക്ഷൻ ഏജന്റുമാരും നിലമ്പൂർ ബ്രാഞ്ചുകളിലെ മാനേജർമാരും സ്ഥലത്തെത്തിയിരുന്നു. ഡിവൈഎസ്പി G ബാലചന്ദ്രനാണ് പരാതി നൽകിയത്. 100 കണക്കിന് ആളുകൾക്ക് ലക്ഷങ്ങൾ ലഭിക്കാനുണ്ടെന്ന് അറിയുന്നു. കോടികളുടെ തട്ടിപ്പാണ് നടന്നത്. ചിട്ടി ലഭിച്ചിട്ടും മാസങ്ങളായി പണം ലഭിക്കാത്തവരും ഇതിലുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് വർഷം 13,000 രൂപ പലിശ ലഭിക്കുമെന്നതിനാലാണ് പലരും പണം നിക്ഷേപിച്ചത്. ഇവർക്ക് ചെക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അവ ബാങ്കുകളിൽ നിന്ന് മടങ്ങി. നിലമ്പൂർ മേഖലയിൽ മാത്രം 200ഓളം പേർക്ക് പണം പോയിട്ടുണ്ട്. 1 ലക്ഷം മുതൽ 25 ലക്ഷം വരെ കിട്ടാനുള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.